ഹലോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് റെഡ് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാലല്ലേ രണ്ടെണ്ണം അടിക്കാൻ പറ്റൂ അല്ലേ? ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിൽ എക്സ്പേർട്ടാണെന്ന്. അല്ല, പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുരു കളഞ്ഞ ചാമ്പക്കയും ഈസ്റ്റും പഞ്ചസാരയും കറുവപ്പട്ടയും ഗ്രാമ്പും ഇതൊക്കെയാണ് മെയിൻ ഐറ്റങ്ങൾ. പിന്നെ ഒരു മെയിൻ മറന്നുപോയി, അതാണ് ഇതൊക്കെ ഇട്ട് വെക്കണ്ടേ, ഭരണി വേണം. അപ്പം നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും ചാമ്പയ്ക്ക നമ്മുടെ വീട്ടിലല്ല കേട്ടോ, അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. ചാമ്പയ്ക്ക ഫുള്ള് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും പഞ്ചസാരയും കൂടി ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചാമ്പയ്ക്ക, പിന്നെ അതിൻ്റെ മുകളിൽ പഞ്ചസാര, വീണ്ടും ചാമ്പയ്ക്ക, പിന്നെ പഞ്ചസാര. ഈ പഞ്ചസാര ഇഷ്ടമല്ല, ഷുഗർ താല്പര്യമില്ല എന്നുള്ളവർക്ക് ശർക്കരയും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 1 കിലോ പഞ്ചസാര വാങ്ങിയിട്ട് പകുതി ഇട്ടുള്ളൂ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. എനിക്ക് മധുരം അധികം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. പഞ്ചസാരയും ചാമ്പയ്ക്കയും ലെയറായി ഇട്ടതിന് ശേഷം കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും അതുപോലെ നമ്മൾ വാങ്ങി വെച്ച ഈസ്റ്റും കുറച്ചിട്ടിട്ട്, പിന്നെ ഇതിലിടാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ അതിലേക്ക് വേണ്ട വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഭരണം നിറയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്താൽ മതി. അത് ചൂടാക്കിയിട്ട് ആറിയിട്ട്, നല്ല പോലെ ആറിയിട്ട് പച്ചവെള്ളം പോലെ ആയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും ചൂട് പാടില്ല, നല്ലോണം ആറിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. പിന്നെ നല്ലൊരു തുണി കൊണ്ട് കെട്ടി മുറുക്കി അടച്ചു വയ്ക്കുക. സൂര്യപ്രകാശം ഒട്ടും അടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എടുത്ത് മരത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഒരു 21 ദിവസത്തിന് ശേഷം നമുക്കിത് യൂസ്